നവരാത്രിയുടെ 8ാം ദിവസമാണ് ദുർഗാഷ്ടമിയായി ആഘോഷിക്കുന്നത്. പൂജ വയ്ക്കുന്നതും ഇന്ന് തന്നെയാണ്. ചാന്ദ്രപക്ഷ ആശ്വിന മാസത്തിലെ വെളുത്തപക്ഷ അഷ്ടമി തിഥി സന്ധ്യയ്ക്കാണ് ദുർഗാഷ്ടമി ആചരിക്കുക. ദേവി ഭദ്രകാളി ഭാവത്തിൽ അവതരിച്ച ദിവസമാണിതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. കേരളത്തിൽ പുസ്തക പൂജ ആരംഭിക്കുന്നതും ഇന്നേ ദിവസമാണ്. പൂജവയ്പ് നടത്തുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ക്ഷേത്രങ്ങളിലും വീടുകളിലും വ്യത്യസ്ത വിധി പ്രകാരമാണ് പൂജവയ്പ് നടത്തേണ്ടത്. ദുർഗാഷ്ടമി നാളിലെ പൂജവയ്പിനെ കുറിച്ച് വിശദമായി അറിയാം. സ്വാഗതം. ശക്തി സ്വരൂപിണിയായ ദേവി 10 നാളത്തെ ഘോര യുദ്ധത്തിനു ശേഷം മഹിഷാസുരനെ വധിച്ചതിന്റെ സ്മരണയിലാണ് നവരാത്രി ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. നവഭാവങ്ങളിലാണ് ദേവി പോരാടിയത്. അതുകൊണ്ട് തന്നെ ഭാവരസവർണ്ണങ്ങളുടെ പൊലിമയാണ് നവരാത്രി ആഘോഷങ്ങൾ. ദേവി അവതരിച്ച 9 ഭാവങ്ങളിലും ക്ഷേത്രങ്ങളുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. സർവ്വകലകളുടെയും അധിപയായ ദേവിയെ നവരാത്രി നാളുകളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ആരാധിക്കുന്നത് ഏറെ ഉത്തമമാണ്. ദേവി ഭക്തന് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. പ്രായലിംഗഭേദമന്യേ നവരാത്രി വ്രതം അനുഷ്ഠിക്കാം. നവരാത്രിയുടെ 8ാം നാൾ, അതായത് ദുർഗാഷ്ടമി നാളിൽ നടക്കുന്ന പൂജവയ്പ് ഏറെ വിശേഷപ്പെട്ടൊരു ചടങ്ങാണ്. ഇത്തവണത്തെ നവരാത്രി ആഘോഷങ്ങൾ സെപ്റ്റംബർ 22 ആരംഭിച്ച് ഒക്ടോബർ 1 ബുധനാഴ്ചയാണ് അവസാനിക്കുന്നത്. ഇത്തവണ വിദ്യാ ഉപാസകർ പൂജ വയ്ക്കേണ്ടത് കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 29 വൈകിട്ടാണ്. അന്നാണ് സപ്തമി. എന്നാൽ ദുർഗാഷ്ടമി സെപ്റ്റംബർ 30 മഹാനവമി ഒക്ടോബർ 1 മഹാനവമിയും കഴിഞ്ഞ് ഒക്ടോബർ 2 വിജയദശമിയായി ആഘോഷിക്കുന്നു. അന്നേ ദിവസമാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുക. അതായത് ഒക്ടോബർ 1 നവമിയും 2 ദശമിയും ആയിരിക്കുമെന്ന് ചുരുക്കം. പൂജ വയ്ക്കേണ്ട സമയം സെപ്റ്റംബർ 29 വൈകിട്ട് 5 മുതൽ വൈകിട്ട് 6:45 വരെയാണ്. ഒക്ടോബർ 1 ബുധനാഴ്ച വൈകുന്നേരം 6:45 വാഹന പൂജ നടത്തുക. ഒക്ടോബർ 2 വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പൂജയെടുക്കാം. പൂജ വയ്ക്കുമ്പോഴും പൂജ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത്തവണ സപ്തമി നാളിലാണ് പൂജവയ്പ് ആരംഭിക്കുക. അന്നേ ദിവസം ഗ്രന്ഥങ്ങൾ, നൃത്ത സംഗീത വാദ്യോപകരണങ്ങൾ എന്നിവയെ പൂജ വയ്ക്കാം. സന്ധ്യാസമയത്ത് പ്രത്യേക സ്ഥാനത്ത് പൂജ നടത്തിയാണ് ഗ്രന്ഥങ്ങൾ പൂജയ്ക്കായി സമർപ്പിക്കേണ്ടത്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജവയ്പിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. വീടുകളിലോ സ്ഥാപനങ്ങളിലോ ആണ് പൂജ ഒരുക്കുന്നതെങ്കിൽ സരസ്വതി, ദുർഗാദേവിമാരുടെ ചിത്രത്തിന് മുൻപിൽ പൂജ വയ്ക്കാം. മറ്റുപാസനാ ദേവതകളുടെ ചിത്രവും ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങളും പഠനോപകരണങ്ങളുമെല്ലാം പൂജ വയ്ക്കണമെന്നാണ് വിശ്വാസം. മുതിർന്നവർ ഭഗവത്ഗീത, രാമായണം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് വയ്ക്കാവുന്നതാണ്. കലാകാരന്മാർ അവരുടെ കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ് പൂജയ്ക്ക് വെക്കേണ്ടത്. ഉപകരണങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷമാണ് പൂജ വയ്ക്കേണ്ടത്. ആയുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കേണ്ടത് നവമി നാളിലാണ്. അഷ്ടമി, നവമി നാളുകളിൽ പൂജയ്ക്ക് വെച്ച വസ്തുക്കൾ സാധാരണ ദശമി നാളിലാണ് പൂജ കഴിഞ്ഞെടുക്കേണ്ടത്. ദശമി ദിവസം രാവിലെ വിദ്യാദേവതയായ സരസ്വതിയെയും വിഘ്നേശ്വരന്മാരായ ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും നവഗ്രഹങ്ങളെയും ശ്രീകൃഷ്ണനെയും ഗ്രന്ഥപൂജയിൽ പ്രാർത്ഥിക്കണം. കാരണം ബുദ്ധിയുടെ അധിപനായ ബുധനും ഗുരുവും കൃഷ്ണനാണ്. നിങ്ങൾ വീട്ടിലാണ് പൂജ വയ്ക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദേവീ ചൈതന്യം കുടികൊള്ളുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതിനാൽ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും ആരാധനാക്രമങ്ങളും ഇവിടെ നിത്യേന നടക്കുന്നതാണ്. എന്നാൽ വീടുകളിൽ ഈശ്വരാരാധന നടക്കുന്നുണ്ടെങ്കിലും ദേവീ ചൈതന്യത്തെ ആവാഹിക്കുകയോ നിത്യപൂജകൾ നടത്തുകയോ ചെയ്യുന്നില്ല. എന്നാൽ പൂജ വയ്ക്കുന്ന സമയത്ത് ദേവീ ചൈതന്യത്തെ ആവാഹിക്കുകയും ആരാധനയ്ക്കായി ഒരു ഇരിപ്പിടം ഒരുക്കുകയും വേണം. വെറും തറയിൽ പൂജ വയ്ക്കാൻ പാടില്ല. നിലത്ത് പട്ടോ മരപ്പലകയോ വിരിച്ചു വേണം പൂജവയ്പ്പിനുള്ള പീഠമൊരുക്കാൻ. പൂജാമുറിയിലോ വീടിന്റെ ഈശാന കോണായ വടക്ക് കിഴക്ക് ഭാഗത്തോ പൂജ വയ്ക്കാം. പൂജ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇടം തുളസി തീർത്ഥം തളിച്ച് ശുദ്ധമാക്കുക. പൂജാമുറിക്ക് പുറത്താണെങ്കിൽ ചാണകവെള്ളം തളിച്ചും ശുദ്ധമാക്കാം. പൂജയ്ക്ക് വയ്ക്കുന്ന വസ്തുക്കൾ സരസ്വതി ദേവിയുടെ ചിത്രത്തിന് മുൻപിലായാണ് വയ്ക്കേണ്ടത്. ദേവിയുടെ ഇടതുഭാഗത്തായി പ്രഥമ സ്ഥാനത്ത് വിഘ്നേശ്വരനായ ഗണപതിയെ പ്രതിഷ്ഠിക്കാം. വലതുഭാഗത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയെയും പ്രതിഷ്ഠിക്കാം. പൂജ വയ്ക്കുന്ന സ്ഥലം പൂക്കളാൽ അലങ്കരിക്കുന്നത് ഉത്തമമായിരിക്കും. പൂമാല ചാർത്തുന്നതും നല്ലതാണ്. ഗണപതിയെയും സരസ്വതിയെയും ഇഷ്ടദേവതയെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു പിടി പുഷ്പം ഉപകരണങ്ങളിൽ അർപ്പിച്ചതിനു ശേഷം വേണം പൂജ വയ്ക്കാൻ. അവൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം എന്നിവ കൊണ്ട് നിവേദ്യം അർപ്പിച്ച ശേഷവും പൂജ വയ്ക്കാവുന്നതാണ്. പൂജ വയ്ക്കുന്നവർ രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനകളും നടത്തുന്നത് ഉത്തമമാണ്. ഗുരുമുഖത്തു നിന്നും ദേവീ മന്ത്രം ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളവർ ആ മന്ത്രം ഉപയോഗിച്ചും അല്ലാത്തവർ ദേവീ സ്തോത്രങ്ങൾ ജപിച്ച് ഈ ദിവസങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. വിജയദശമി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായ ശേഷം അരച്ചെടുത്ത ചന്ദനത്തിൽ തുളസിയില തൊട്ട് പൂജയ്ക്ക് വെച്ച ഉപകരണങ്ങൾ ചാർത്തണം. പൂജയെടുത്തതിനു ശേഷം മണലിലോ അരിയിലോ ഓം ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു എന്ന് ഭക്തിയോടെ എഴുതണം. അതിനുശേഷം
പുസ്തകം പൂജ വച്ചവർ അതിൻ്റെ ഒരു ഭാഗം വായിക്കുക. മുതിർന്നവർക്ക് പുണ്യഗ്രന്ഥങ്ങൾ പകുത്തു വായിക്കാം. ഉപകരണങ്ങൾ പൂജ വെച്ചവർ ദേവിക്ക് മുൻപിൽ വച്ച് തന്നെ ഭക്തി ആദരപൂർവ്വം അവ ഉപയോഗിക്കുക. ക്ഷേത്രങ്ങളിൽ വളരെ വ്യത്യസ്തമായാണ് പൂജവയ്പ് നടക്കുന്നത്. കൃത്യമായ ആരാധനാക്രമങ്ങളും പൂജാവിധികളും പിന്തുടരുന്ന സമ്പ്രദായമാണ് ക്ഷേത്രങ്ങളിലേത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ പൂജാവിധികളാണ് നവരാത്രി നാളുകളിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുക. വീടുകളിൽ പൂജ വയ്ക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ആചരിക്കാവുന്ന ലഘു പൂജാവിധിയാണ് ഉത്തമം. വൃത്തിയും ശുദ്ധിയും ഭക്തിയും ഉള്ളിടത്ത് ദൈവസാന്നിധ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആയതിനാൽ വീടുകളിലും ആചാരപ്രകാരം പൂജ വയ്ക്കാവുന്നതാണ്.